ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഡാർക്ക് ഫാൻറ്റസിയുടെ ഒരു വേസ്റ്റ് ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പറുകളാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ടിഷ്യൂ പേപ്പറിൽ നിന്നും കുറച്ച് പൂക്കൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ആ മടക്കിലൂടെ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പീസും ഫ്ലവർ ആക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ പീസും വീണ്ടും ഇതുപോലെയാണ് മടക്കി കൊടുക്കേണ്ടത്. വളരെ സിമ്പിളായി നമുക്ക് ഓരോ പീസിൽ നിന്നും ഫ്ലവർ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മടക്കി കൊടുത്തത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ നമുക്കൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള പീസിൽ നിന്നും ഇതുപോലത്തെ ഫ്ലവറാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ടിഷ്യൂ പേപ്പറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറുകൾ കൊണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 4 പീസിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഫ്ലവർ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് 4ഉം കൂടെ ഓരോന്നിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഓരോ ഫ്ലവറിൻ്റെയും മുകളിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ വളരെ സിമ്പിളായി ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ 4 പൂക്കൾ കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തു. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ നടുക്കായിട്ട് നമ്മൾ റെഡ് കളർ പെയിൻറ് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഓരോ ഫ്ലവറിൻ്റെയും നടുക്കായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പെയിൻറ് കൊടുത്തെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ ഫ്ലവറിൻ്റെ നടുക്കും റെഡ് കളർ പെയിൻറ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യെല്ലോ കളർ പെയിൻറ് വെച്ച് ബ്രഷിൻ്റെ ബാക്ക് വശം കൊണ്ട് ഓരോ ഫ്ലവറിൻ്റെയും നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കുകയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പം നമ്മൾ എല്ലാ പൂക്കളുടെ നടുക്കും ഇതുപോലെ പെയിൻറ് കൊടുത്തെടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളെല്ലാം മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഡാർക്ക് ഫാൻറ്റസിയുടെ ബോക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു കളർ പേപ്പർ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം ഇതുപോലെയാണ് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കളർ പേപ്പറിൻ്റെ 2 ഭാഗങ്ങളും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മളവിടെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെയാണ് അവിടെ ഒട്ടിച്ചെടുക്കേണ്ടത്. ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കളർ പേപ്പർ നമ്മൾ ആ ഒരു ബോക്സിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ കളർ പേപ്പറും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ മുകളിലായി നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. പിന്നീട് നമ്മളിവിടെ കുറച്ച് കട്ടിയുള്ളൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിലും നമ്മൾ ഈ കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഡാർക്ക് ഫാൻറ്റസിയുടെ ബോക്സ് നമുക്കൊരു ഫ്ലവർ ബാസ്ക്കറ്റ് പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ അതും ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കൾ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഓരോ പൂക്കളായി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 3 പൂക്കൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി 2 പൂക്കൾ കൂടെ നമുക്കതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അതും കൂടെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ പൂക്കളെല്ലാം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഇലകൾ കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഓരോ പൂക്കളുടെ ഇടയിലൂടെ ആയിട്ട് നമുക്ക് ഇലകൾ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടമായവർ ഒരു ലൈക്ക് തരാൻ മറന്നു പോവരുത്. ഇപ്പം നമ്മൾ എല്ലാ ഇലകളും അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. സിമ്പിളല്ലേ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട്? അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ വേസ്റ്റ് ബോക്സിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. അതുപോലെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.